ഒരുപാട് പാത്രങ്ങളൊന്നും നിരത്താതെ ഒരൊറ്റ പാത്രവും 20 മിനിറ്റും ഉണ്ടെങ്കിൽ ഈ അടിപൊളി സോഫ്റ്റ് പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് പുഡിംഗായിട്ട് നമുക്ക് സെർവ് ചെയ്യാം, പലഹാരമായിട്ടും നമുക്ക് സെർവ് ചെയ്യാം, ചൂടോടെയും തണുപ്പിച്ചും കഴിക്കാം. ഇനി ഏത് ട്രേയിലാണോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പാലും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക, അഥവാ 1/4 കപ്പ് പഞ്ചസാര കേട്ടോ. എന്നിട്ട് ആ പഞ്ചസാര മെൽട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു 5 സ്ലൈസ് ബ്രെഡാട്ടോ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ബ്രൗൺ സൈഡ് കളയുന്നൊന്നുമില്ല. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ടയുടെ മിക്സ് എത്തുന്ന രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതിൽ സോക്കായി കിട്ടാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓപ്ഷണലാണ്, കുറച്ച് നട്ട്സ് കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റിയാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയിട്ടുള്ള ഓവനിൽ 20 മിനിറ്റ് ആട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേക്കായി വരുന്ന സമയത്ത് ഇതങ്ങ് പൊങ്ങി വരും, പിന്നെ അത് ഇതേപോലെ അങ്ങ് താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചെറിയൊരു ചൂടോട് കൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. തണുപ്പിച്ചിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഓവനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാനിൽ ഇറക്കി വെച്ച് കേക്കൊക്കെ ചെയ്യില്ലേ, ആ രീതിയിൽ പ്രീ ഹീറ്റ് ആക്കിയിട്ടുള്ള പാനിൽ ചെയ്തെടുത്താലും മതി. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.